We have a facilitation speech by KCCNA Secretary, Mr. Abraham Podinisheri. Hello. Kandamana Airport. മിശിഹായിലെ പ്രിയ പ്രധാനായ സഹോദരി സഹോദരന്മാരെ, വാത്സല്യ മക്കളെ, ഞാൻ കുന്നശ്ശേരി പിതാവിന്റെ മുമ്പില് ജ്ഞാനായ സമുദായ സ്നേഹത്തിന്റെ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട്, പ്രാർത്ഥന യാചിച്ചുകൊണ്ട് രണ്ടു വാക്ക് പറയാനാണ്. മാക്കിൽ പിതാവിന്റെ ജ്ഞാനായ സമുദായ സ്നേഹവും ത്യാഗവഴികളുടെ ചരിത്രവും വായിച്ചറിഞ്ഞിട്ടുണ്ട്. ചൂളപ്പറമ്പിൽ പിതാവ് തുടർന്നുണ്ടായ അവസ്ഥകളിൽ നിന്നൊരു വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിച്ച ഒരു ചരിത്രം വായിച്ചു. തറയൽ പിതാവ് പള്ളി വിശീസയ്ക്കൊക്കെ വന്ന് കണ്ട ചരിത്രമുണ്ട്. കൂടുതലായിട്ട് ഏതായാലും കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മനുഷ്യന്റെ മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയും. എനിക്ക് ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ പറയുന്നതിനകത്തോട് എനിക്ക് വലിയ താല്പര്യം. വെറുതെ വലിച്ചു നീട്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് കടക്കാതെ ഒരുപാട് വാഗ്ദാനങ്ങൾ, അതിന്റെ ആവശ്യം. അങ്ങാടിത്തെ പിതാവ് ഒരു 5 മിനിറ്റൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. കാരണം നമുക്കൊക്കെ അറിയാം, സീറോ മലബാർ എന്ന് പറയുന്നത് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു ബൈ പ്രോഡക്റ്റ്. സുറിയാനി ക്രിസ്ത്യാനികളിൽ നിന്നാണ് സീറോ മലബാർ സഭയുണ്ടായത്. സ്വവംശ വിവാഹനിഷ്ഠയിൽ അധിഷ്ഠിതമായി വളർന്നു വന്ന ഒരു വിശ്വാസ സമൂഹമായതുകൊണ്ട് വിശ്വാസമില്ലാതെ ജ്ഞാനായ സമുദായത്തിന് നിലനിൽപ്പില്ല. We cannot play a role in our mission for churches outside കോട്ടയം ടെറിട്ടറി എന്ന അടിവരയിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ്. പിന്നെ എന്ത് നേടിയെന്ന് പറയും? വെറുതെ പാവപ്പെട്ട വിശ്വാസികളെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ കുടുംബത്താ പറയുന്നത് കൂട്ടിയാൽ മതി. ഇത് നമ്മൾ ഇപ്പം അങ്ങാടിത്തിരാവ് പോയത് നന്നായി. കാരണം ഇത് അപ്പന്മാരോട് മക്കളോട് സഹോദരിമാരോട് പറയുന്നത് മാത്രമേ We cannot play a role in our mission for churches outside കോട്ടയം ടെറിട്ടറി എന്ന അടിവരയിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ്. പിന്നെ എന്ത് തിരുത്തി കിട്ടിയെന്നായി പറയുന്നത്? ഒന്നും തിരുത്തി കിട്ടിയിട്ടില്ല. എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. Please remind your people, endogamy cannot play. എന്നിട്ട് പിന്നെ നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ KCCNA പ്രസിഡന്റും പറയുക ഏതാണ്ട് മീഡിയം. ഇവിടെയാണ് നമ്മൾ ദയവ് ചെയ്ത് കുറച്ച് ഇവിടെ നമ്മുടെ ആൾക്കാരെ കുറച്ചുപേരെ വൈദിക ഭക്തരും കുറച്ചുപേരെ അസോസിയേഷനും തീവ്രവാദികളുമാകുക. ദയവ് ചെയ്തല്ല, നമ്മളെല്ലാവരും വൈദികരെ ബഹുമാനിക്കുന്നവരാണ്. നമ്മളെല്ലാവരും സമുദായത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ്. വിശ്വാസമില്ലാത്ത ജ്ഞാനായ സമുദായം നിലനിൽക്കില്ല. അതിനൊരു ഉദാഹരണമാണ് അന്ന് നമ്മുടെ തന്നെ പിതാവിനെ മുക്കിക്കൊന്ന ചരിത്രമുണ്ട്. അന്നും ഒരു വിശ്വാസം വേണം. നമുക്ക് പിതാക്കന്മാർ വേണം. നമുക്ക് വിശ്വാസം മുമ്പോട്ട് കൊണ്ടുപോകണം. വേറെ നിവൃത്തിയൊന്നുമില്ല. നിങ്ങളുടെ പാരമ്പര്യങ്ങളുടെ, നിങ്ങളുടെ ആചാരങ്ങളുടെ, നിങ്ങളുടെ ലിറ്റർജി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഞങ്ങളുടെ ആധിപത്യം അനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാർ വിഭജിക്കപ്പെട്ടു വിശ്വാസത്തിന് വേണ്ടി. അങ്ങനെയാണ് ജ്ഞാനായ കത്തോലിക്കനായ ഇതൊക്കെയെല്ലാം ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ പൊക്കോട്ടെ. ഇന്നും നമ്മൾ തയ്യാറാണ്. ജ്ഞാനായ കത്തോലിക്കരായി ഈ വിശ്വാസത്തിൽ നിലനിൽക്കാൻ എന്താണ് മടുപ്പ്? മഹാപുരോഹിതന്മാരും നിയമപണ്ഡിതന്മാരും കാനോനിക നിയമപണ്ഡിതന്മാരും ജനപ്രമാണികളും നിയന്ത്രിക്കുന്ന
ഒരു വലിയ സമുദായം. ജ്ഞാനനിയമത്തിന്റെ വലിയ വലിയ പ്രൊഫസർമാരുണ്ട്. കാനോനികമായിട്ട് തന്നെയാണ് കോട്ടയം രൂപത കിട്ടിയത്, അല്ലെന്ന് പറയാനൊക്കോ? 10-ാം പീയൂസ് മാർപ്പാപ്പ കോട്ടയം രൂപത തെക്കും ഭാഗക്കാർക്കായിട്ട് അനുവദിച്ചപ്പോൾ അത് 10-ാം പീയൂസ് മാർപ്പാപ്പയ്ക്ക് പറ്റിയ തെറ്റാണെന്നൊക്കെ ആരെങ്കിലും പറയുന്നു? നമ്മളെങ്കിലും പറയട്ടെ, പോയി നോക്കാൻ നമ്മളെങ്കിലും പറയട്ടെ, അല്ലാതെ അതിന്റെ കൂടെ ചേരാം. പിതാവ് ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു, ഇനിയുണ്ട് 2 ദിവസം. പിതാവ് ഇപ്പോഴും വളരെ മെഴുക്കി പറഞ്ഞു, കോട്ടയം രൂപത എന്തോ എന്ന് സ്വഭാവ വിവാഹ നിഷ്ഠയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇതാണ് അങ്ങ് പറയുന്നത്. മാറിക്കെട്ടിയവനെ കോട്ടയം രൂപതയിൽ നിന്ന് മാറ്റും. പിതാവിനെ തുറന്നൊന്നും പറയാൻ പറ്റും. ഇവിടെ ഇന്ന് തീരെ അവിടെ പ്രശ്നം. എന്നിട്ട് ഇന്നത്തെ ഇവിടുത്തെ പെറ്റീഷന്റെ നമ്മൾ വായിക്കുന്ന പെറ്റീഷന്റെ പിതാക്കന്മാരും രണ്ടുപേരുണ്ട്. KCC തന്നെയാണ്. നമ്മൾ ഇത്രയും ജനങ്ങളുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഒന്നിച്ചൊരു പെറ്റീഷൻ ഈ ജനങ്ങളോട് ഞാൻ ചോദിക്കാം, നമുക്കൊന്ന് ചോദിക്കാം, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു? നിർഭാഗ്യമെന്ന് പറയട്ടെ എന്ന് വേറെ ആരാണ് കുറ്റപ്പെടുത്തുക? ഞാൻ കാണുന്ന നിർഭാഗ്യം പിതാവിൽ തന്നെയാണ്. പിതാവ് നമ്മൾ ഒപ്പുന്നത്, പിതാവ് ഞങ്ങളുടെ കൂടെ നിൽക്ക്. ഇതാവട്ടെ. ഞാനിപ്പോ ഈ സത്യം പറഞ്ഞ സങ്കടം തോന്നാം. നമ്മളൊക്കെ എല്ലാ പിതാക്കന്മാരെയും വളരെ ആചാരത്തോടെ ബഹുമാനത്തോടെ സ്നേഹിച്ച് ആദരിച്ച് കൈമുട്ടുന്നവരാണ്. പിതാവർക്ക് ഇതിനെ നടക്കുന്നുണ്ടാ ഏതാണ്ട് കള്ളപ്പുള്ളികളെ കൊണ്ടുപോകണമുള്ള സെക്യൂരിറ്റി ആയിട്ട് പായുകയാണ്. ഈ ജനങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് പിതാവിനെ കെട്ടിപ്പിടിച്ച് ആശ്രയിക്കണമെന്നുണ്ട്. ഞങ്ങൾക്കുണ്ട് പിതാവ്. പക്ഷെ പിതാവ് ഇങ്ങനെ ആരുടെയെങ്കിലും സംരക്ഷണത്തിൽ ഇങ്ങനെ പോകാനും മാത്രം എന്ത് തെറ്റാണ് പിതാവ് ചെയ്യുന്നത്? പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്ന് ഞങ്ങളുടെ വിശ്വാസത്തിൽ സ്നേഹത്തെ അധിഷ്ഠിതമായ ഒരു ജനസമൂഹമായി നമുക്ക് വളരാം. കർത്താവിശ്വാസിയായിട്ട് 12 ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചപ്പോൾ ഞാൻ ഇച്ചിരി വചനം കുറച്ച് പറഞ്ഞുകൊണ്ട് ഒന്നും തോന്നരുത്. കർത്താവിന്റെ ഖബറിലേക്ക് ആരെയും ഒന്നും നോക്കാതെ ഓടുന്നവരാണ്. ആരും ഒന്നും നോക്കാതെ ഓടുന്നവരാണ്. അത് മഗ്ദലന മറിയം. അതാണ് നെഞ്ചിലേറ്റുന്ന വിശ്വാസം, അതാണ് നെഞ്ചിലേറ്റുന്ന സ്നേഹം. അങ്ങനെ നെഞ്ചിലേറ്റുന്ന സ്നേഹത്തോടെ, അങ്ങനെ നെഞ്ചിലേറ്റുന്ന വിശ്വാസത്തോടെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കൂടെ, ഞങ്ങളുടെ എല്ലാമായ നിങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് നിന്നാൽ കൊള്ളാമെന്നുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളോടൊപ്പം ഈ പരിശുദ്ധ സിംഹാസനത്തിലേക്ക് ഒരു നിവേദനം നമുക്ക് സമർപ്പിക്കാം. ഇനിയും ഈ പൂർവ്വകാല ചരിത്രം നമുക്ക് ആവർത്തിക്കാതെ കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾ തന്നെ പിതാവിനോട് സംസാരിക്കുക. എനിക്കിത്രേ പറയാനുണ്ട്. ഇത് ചെയ്യുന്നില്ലെങ്കിൽ മറ്റ് രീതിയിലേക്ക് ജനങ്ങൾ കുറച്ചു പേരെ നമ്മുടെ കൊടുക്കുന്നു. പക്ഷേ എന്നാലും ജനങ്ങൾക്കാവുന്ന വിശ്വാസം, ജനങ്ങൾക്കാവുന്ന സ്നേഹം, ഇത് നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിൽ ഒരു കാരണവശാലും ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. ഒരു കുർബാനയുടെ പേരിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു, വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങളുടെ അച്ഛന്മാരെ ഉപയോഗിച്ചത്. ഞങ്ങൾക്കതിന് വേദനയുണ്ട്. അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളിൽ 10-15 കൊല്ലം കുർബാന ചെയ്തിയ ആ ഒരു കമ്മ്യൂണിറ്റി സെന്ററിൽ ഒരു കുർബാന ഇങ്ങനെ മുടങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് നാള് കുറയായി. ഒന്ന് തിരിഞ്ഞ് നോക്കുക, ഒന്ന് അന്വേഷിക്കുക. പിതാവേ, നിങ്ങളൊക്കെ ആ മാധവപ്പിലേക്കിന്റെ തൊട്ടടുത്ത് വന്നവരല്ലേ, ഒന്ന് അന്വേഷിക്കാൻ പറ്റും. ഞങ്ങൾ വിളിച്ചതല്ലേ, വരണം പിതാവ്, ഇനിയും വരണം. ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ നിങ്ങളുടെ കയ്യിലാണ്. പിതാക്കന്മാർ തന്നെ അല്ലെങ്കിൽ നമ്മളെല്ലാം ഒന്നിച്ചു നിന്നാൽ പിതാവിന് നമ്മുടെ കൂടെ നിന്നേ പറ്റും. നമ്മൾ ഒന്നിച്ചു നിന്നാൽ പിതാവിന് നമ്മുടെ കൂടെ നിന്നേ പറ്റൂ. പക്ഷെ നമ്മളിവിടെ വംശശുദ്ധിയിൽ വചന വഴികളിൽ വലിയൊരു ജനതയായി നാം, തനിമയിൽ ഒരു ഗണമായി നാം, ജ്ഞാനായക്കാർ നമ്മൾ ഇത് നേരറിഞ്ഞൊരു ജനമാണ്. നിറക്കേട് കണ്ടവർ കളയില്ല. ഭാരത സഭയുടെ പൂർവികർ നാം, സുറിയാനിക്കാർ നമ്മൾ
ഇതു നേരറിഞ്ഞൊരു ജനമാണ് കേട് കണ്ടിവർ തളരില്ല ഭാരതസഭയുടെ പൂർവികർ നാം സുറിയാനിക്കാർ നമ്മൾ ഭാരതസഭയുടെ പൂർവികർ നാം സുറിയാനിക്കാർ